കോടതി ഒബ്സർവ് ചെയ്ത ഒരു പ്രധാന കാര്യം സെക്ഷൻ 80(p)(2)(d) ഒരു ഡിഡക്ഷനാണ്, അതൊരു എക്സംഷൻ അല്ല എന്ന ഒരു ഒബ്സർവേഷൻ ഈ കേസിൽ നടത്തിയിട്ടുണ്ട്. 50 കോടി പ്രൊവൈസോ ഒരു പെർമിറ്റഡ് പവറിൽപ്പെട്ടതാണ്. അത് സാമ്പത്തിക നിയമങ്ങളിൽ പാർലമെന്റിന് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു. പൂർണ്ണമായും എക്സംഷൻ ഉള്ള കേസിൽ മാത്രമാണ് TDS പിടിക്കാൻ പറ്റാതിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ 194(a)(3) സംബന്ധിച്ചിടത്തോളം അത് ആക്ട് നിലനിൽക്കുന്നതാണ്. അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എടുക്കേണ്ടതാണ്. ചുരുക്കത്തിൽ 30/10/2025 മുതൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചോ സുപ്രീം കോടതിയോ മറ്റൊരു ഓർഡർ ഇറക്കാത്തിടത്തോളം സമയം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കിട്ടുന്ന പലിശയ്ക്ക്, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ പലിശ കിട്ടുന്നതിന് നികുതി ആയിക്കഴിഞ്ഞു. ഒരു തരത്തിലുള്ള TDS എക്സംഷൻ ഇല്ല. പ്രത്യേകിച്ചും ഇൻഡിവിജ്വൽ ആണെങ്കിൽ സാധാരണ പൗരന് ഒരു വർഷത്തിലെ പലിശ 50,000 രൂപ ആണെങ്കിൽ TDS വേണ്ട. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഒരു വർഷം 1,00,000 രൂപ വരെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നോ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ പലിശ കിട്ടിയാൽ അതിനും TDS ഇല്ല. ബാക്കി എല്ലാ പലിശയ്ക്കും കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് TDS പിടിക്കണം. വേണമെങ്കിൽ ഓരോ ഡെപ്പോസിറ്റർക്കും ഇൻകം ടാക്സ് റിട്ടേൺ സമയബന്ധിതമായി കൊടുത്ത് റീഫണ്ട് വാങ്ങാവുന്നതാണ്. താങ്ക് യു.